വർഷങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു മത്സരമാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. സ്ഥാനാർത്ഥിയായിട്ടുള്ള LDFന്റെ കാൻഡിഡേറ്റ് ഷാനവാസ് പാദൂരാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. എന്താണ് സർ, പ്രചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്നത്? കഴിഞ്ഞ ആഴ്ചയാണ് നിങ്ങൾ നോമിനേഷൻ കൊടുത്തത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. എന്തായാലും ചിത്രത്തിൽ പോലും ഇല്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് ഒരു ത്രികോണ മത്സരത്തിലേക്ക് മാറി എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലാതെ നമ്മൾ ചാനലിലും ജനങ്ങൾക്കിടയിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പല ഭാഗത്തുനിന്നും ഇങ്ങോട്ടേക്ക് ബന്ധപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങൾ ഈ മേഖലയിൽ പോകണം, ഈ മേഖല ഒന്ന് കൂടുതൽ കേന്ദ്രീകരിക്കണം, ഇല്ലെങ്കിൽ ഇന്ന ക്ലബിലേക്ക് പോകണം, ഇന്ന വിഷയത്തിന് അഡ്രസ്സ് ചെയ്യണം എന്ന തലത്തിൽ നമുക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും വളരെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ചെറുപ്പക്കാർ വിട്ടുകഴിഞ്ഞാൽ അതുപോലെ സ്ത്രീകളുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള പിന്തുണ കാണുന്നുണ്ട്. പൊതുവെ മണ്ഡലത്തിനകത്ത് വികസന മുരടിപ്പ് നേരിടുന്ന ഈ മണ്ഡലത്തിനകത്ത് തീർച്ചയായും വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നമ്മളെ കാണുന്നുള്ളത്. അത് വോട്ടായി മാറും എന്ന വിശ്വാസത്തിലാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാർ സൂചിപ്പിച്ച പോലെ തന്നെ വികസനം എന്ന് പറയുന്നത് ഒന്നോട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് തോന്നുന്നു. അപ്പോൾ സാറിനെ സംബന്ധിച്ച് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കാസർഗോഡ് മണ്ഡലത്തിന്റെ വികസന കാഴ്ചപ്പാടിനെ കുറിച്ചൊന്ന് പറയാം. കാസർഗോഡ് മണ്ഡലത്തിന്റെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മൊത്തം കഴിഞ്ഞ 50 വർഷമായി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇപ്പൊ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇപ്പൊ തൊട്ടടുത്തുള്ള പുതുമാ നിയോജക മണ്ഡലം 1500 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അത്രയും ഇവിടെ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. അപ്പോൾ അതില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അത്തരം കാര്യങ്ങൾ നമുക്ക് തുടക്കത്തിൽ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പൊ നമ്മൾക്ക് സംസ്ഥാനത്തിന്റെ ഇപ്പൊ ജില്ലയുടെ മുഖമാണ് നമ്മൾ കാസർഗോഡ് ടൗൺ. എന്താണ് അതിന്റെ ഒരു സിറ്റുവേഷൻ? അവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് എന്താണ്? അതുപോലെ നമ്മൾ മെഡിക്കൽ കോളേജ് അതിനൊരു ഫുൾ ഫ്ലെഡ്ജിലേക്ക് കൊണ്ടുവരേണ്ടത് ജനപ്രതിനിധികളെ ഉത്തരവാദിത്വമാണ്. അതിപ്പോ കഴിഞ്ഞ 10 വർഷം ഒരുപാട് കാര്യങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് വേണ്ടത്ര കിട്ടിയിട്ടില്ല. അതിന് പോയി സംസാരിക്കേണ്ട ആൾ അത്തരത്തിൽ അതിനെ കൊണ്ടുപോകണം. അപ്പൊ ജനങ്ങളുടെ ഭാഗത്തു നിന്നും നല്ലൊരു പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. ലോകോത്തര ബ്രാൻഡായ ഗോദ്രേജിന്റെ ഇന്റീരിയോ, കബോർഡ്, അലമാരകൾ, ലോക്കറുകൾ എന്നിവയുടെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും എക്കാലത്തും മികച്ചുനിന്ന 120 വർഷങ്ങളുടെ പാരമ്പര്യം. ഗോദ്രേജ് കമ്മീഷൻ ആൻഡ് ജനറൽ ഏജൻസി NH 66 ആണങ്കൂർ, കാസർഗോഡ്.